ഫ്രണ്ട്സ്, വെൽക്കം ടു രഞ്ജൂസ് വേൾഡ്. അപ്പോൾ നമുക്കിന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ മേടിക്കുന്ന സമയത്ത് കുറച്ച് വലിയ പൊട്ടറ്റോ നോക്കി മേടിക്കുക. എന്നിട്ട് അതിനെ പീൽ ചെയ്ത് വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിനെ നമ്മൾ സ്ലൈസസ് ആക്കുക. സ്ലൈസസ് ആക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കുക അതിൻ്റെ ഒരേ കനത്തിലായിരിക്കണം കേട്ടോ സ്ലൈസസ് ആക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഒരേ കനത്തിൽ സ്ലൈസസ് ആക്കി വെക്കുക. ആ സ്ലൈസസിനെ നമ്മൾ വീണ്ടും ഫിംഗറിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനെ ഫിംഗർ ആക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക ഒരേ കനത്തിലായിരിക്കണം കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി സ്ലൈസറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഒരേ കനത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിംഗറിനെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. അങ്ങനെ ഫുള്ള് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. വെള്ളത്തിലിട്ട് ഒരു 2 വെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ, ഇതിനുള്ളിലുള്ള സ്റ്റാർച്ച് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനെ ഒരു അരിപ്പയിലേക്ക് മാറ്റുക. വെള്ളം ഒന്ന് വാർന്നു കളയാൻ വേണ്ടി അരിപ്പയിലിട്ട് വെക്കുക. അങ്ങനെ അതെ നമ്മൾ ഫുള്ള് നമ്മളങ്ങനെ അരിപ്പയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് ആ പാത്രത്തിലിട്ടതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി ഒരു 10-15 മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കണം. അപ്പോഴാണ് കേട്ടോ അതിനുള്ളിലുള്ള വാട്ടർ കണ്ടൻറ്റിനെ അത് വെളിയിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പം അത് ഫുള്ള് വാട്ടർ കണ്ടൻറ്റ് വെളിയിൽ വരാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പം നമുക്ക് ആ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ദേ 15 മിനിറ്റിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ വീണ്ടും ഒരു അരിപ്പയിലേക്ക് മാറ്റി വെക്കുക. അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടൻറ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് അരിപ്പയിലേക്ക് ഇട്ട് വെക്കുക. ഒരു 5 മിനിറ്റ്സ് ഇരിക്കട്ടെ കേട്ടോ. അപ്പം ദേ നമ്മൾ ഫുള്ള് അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കോൺഫ്ലോർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടി ഇടുക. ഇനി പെപ്പർ പൗഡറൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് പെപ്പർ പൗഡർ ഇടാം, ചാട്ട് മസാല ഇടാൻ താല്പര്യമുള്ളവർക്ക് ചാട്ട് മസാല ഇടാം. ഞാൻ പക്ഷേ സിമ്പിളാണ് ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി കോട്ടിങ് എല്ലായിടത്തേക്കും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി കോട്ടിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലോറിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇളക്കി നോക്കുക. ഇളക്കി നന്നായിട്ട് നോക്കുന്ന സമയത്ത് കോട്ടിങ് എല്ലായിടത്തേക്കും ആവണം. അപ്പോൾ അതേ ഞാൻ ഇതേപോലെ കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതേ കോട്ടിംഗ് എല്ലായിടത്തേക്ക് ആയിട്ടുണ്ട്. നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രേ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ട്രേയിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇത് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ട്രേയിലേക്ക് മാറ്റുകയാണ്. കുറച്ച് കൂടി ഹെൽത്തി ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ എൻ്റെ എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ആ ട്രേ വെച്ച് കൊടുക്കുകയാണ്. അപ്പം അതിനകത്ത് തന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊരു 15 മിനിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പം 15 മിനിറ്റ്സ് കഴിയാറായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ കത്തി കിടക്കുന്നുണ്ട്. അങ്ങനെ അത് ഓഫ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയുണ്ടെന്ന്. അപ്പം ദേ നല്ല റെഡ് കളറിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദേ ഞാനത് വെളിയിലേക്ക് എടുക്കുകയാണ് കേട്ടോ. ദേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ ചൂടോടെ തന്നെ ഇത് കഴിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.